ഷലോം, ഞറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും സ്ഥിരം ഇരിക്കാവുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ കോട്ട മതിലിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ദാവീദിൻ്റെ പട്ടണത്തിൻ്റെ നഗരത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നാൽ എനിക്ക് ഒലിവുമല കാണാൻ പറ്റും. ഞാൻ എപ്പോഴും ഒലിവുമലയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഞാൻ ഇപ്പോൾ ഇരുട്ടായിട്ട് തോന്നുന്നത് വെച്ചാൽ മഴയുടെ ക്ലൈമറ്റാണ്, അന്തരീക്ഷമാണ് നിങ്ങൾക്ക് ഇരുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒലിവുമല വളരെ ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഇവിടെ മഴ ഭയങ്കരമായിട്ട് എന്താ പറയുക, മഴയുടെ കാലാവസ്ഥ വന്നും പോയും ഓരോ സമയത്തും ഓരോ രീതിയിലാണ് മഴയുടെ കാലാവസ്ഥ നിൽക്കുന്നത് തന്നെ. ഞാൻ ഇന്ന് അബയെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പം വന്ന സമയത്താണ് ഞാൻ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്ന് കുറേ നേരം ഇരുന്നിട്ട്, പണ്ട് സ്ഥിരം ഇരിക്കുന്നൊരു പ്ലേസ് അല്ലേ, അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ പഴയ കോട്ടമതിലിൻ്റെ മുകളിലേക്ക് കയറി ഞാൻ ഇരിക്കുന്നു. 40 അടി പൊക്കമാണ്. എൻ്റെ തൊട്ട് താഴെ ഞാൻ വീണ അപ്പോൾ 40 അടി പൊക്കത്തിന് മുകളിലാണ് ഞാൻ ഇരിക്കുന്നത് തന്നെ. താഴെ നമുക്ക് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ നമുക്ക് താഴെ കാണാൻ പറ്റില്ല, പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് യെരുശലേം മല എന്ന് പറയുന്നത്. യെരുശലേം മലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒലിവുമല കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ സംസാരിച്ച് വരാം. കാരണം നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് എനിക്ക്. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ എൻ്റെ മെസ്സഞ്ചർ, എൻ്റെ ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക്ഡ് ആകാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സഞ്ചറുകളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിന് കാരണം ഇന്നതാണ്. അതുകൊണ്ട് ഈ ലിങ്കിലേക്ക് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഓപ്പൺ ചെയ്ത് ലിങ്ക് ഒന്നും തുറന്നേക്കരുത്. നിങ്ങൾ അതിനകത്ത് കയറി അത് പ്രത്യേകമായി ഓർമ്മിക്കുക. മനസ്സിലായോ? അത് പലതരത്തിലുള്ള ട്രാപ്പുകളാണ് വരുന്നത് തന്നെ. മഴയുടെ അന്തരീക്ഷം നന്നായിട്ട് ഉണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ ഇപ്പോൾ ചെറുതായിട്ട് ചാരുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അയ്യോ, മഴ പെയ്യുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി മഴ കൊള്ളാത്തൊരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കട്ടെ. ഒരു മിനിറ്റ്. അന്തരീക്ഷം മഴ മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ മഴ പെയ്യാതെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഞാനൊന്ന് തപ്പിയെടുക്കട്ടെ. ഓക്കെ, ഇവിടേക്ക് ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളെ കൊണ്ടുവരുമായിരുന്നല്ലേ ലൈവിലൊക്കെ. നിങ്ങൾക്ക് എപ്പോഴും ഞാനും ലൈവും നിങ്ങളും ഒലിവുമലയും യെരുശലേം മലയും ഒക്കെ ആയിരുന്നു കുറേ നാളുകളിൽ. അപ്പോൾ എല്ലാത്തിനുമൊക്കെ ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് കുറേ വർഷം ഗലീലയിലും നസ്രത്തിലും കഫർനഹൂമിലും ഒക്കെ ആയിരുന്നു. അതിനുശേഷമാണ് കർത്താവ് യെരുശലേമിൽ സ്ഥിരമാക്കിയത്. അപ്പോൾ യെരുശലേമിൽ എൻ്റെ സമയം ഇവിടെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ കുറേ കാലം ഇവിടെ നിർത്തി കർത്താവ്. അതിനുശേഷം പിന്നീട് എനിക്ക് അതിൻ്റെ ചില കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്രകാരമായിട്ടാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ഇന്നൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നയൻതാരയെ ലവ് ജിഹാദിൽ നയൻതാരയെ കേസ് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ആ വീഡിയോ പലരും കണ്ടിട്ട് മനസ്സിലാക്കാത്ത പൊട്ടന്മാരെ പോലെയാണ് പലരുടെയും കമൻറ്റ്. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ആശ്ചര്യം തോന്നുകയാണ്. ഈ മനുഷ്യർ എത്രയും വിഡ്ഢികളായിട്ടാണ് ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്നതെന്നാണ്. നോക്കട്ടെ, ഞാൻ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. കുട കയ്യിൽ പിടിച്ചിട്ട് നടക്കാം എന്ന് വിചാരിച്ചു. മഴ വെള്ളം വീണു ക്യാമറയിൽ. ഒരു മിനിറ്റ്. മൊത്തത്തിൽ ഫോൺ നനഞ്ഞിട്ടുണ്ട്. അയ്യോ, ക്യാമറയുടെ ഒരു മിനിറ്റ് ഞാൻ ഓക്കെ, ഞാനൊന്ന് അകത്തോട്ട് കയറട്ടെ. അപ്പോൾ പലരുടെയും
കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യരെല്ലാം പൊട്ടന്മാരാണോ, എന്താണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ പലരും കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഒന്നും അറിയാത്ത കണക്ക് പൊട്ടന്മാരെ പോലെ പൊട്ടൻ കളിക്കുവാണോ അതോ മനഃപൂർവ്വം നമ്മളെ പൊട്ടനാക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇന്ന് കയ്യിൽ കുടയെടുക്കട്ടെ, എനിക്ക് നടക്കുന്ന കാര്യം നടക്കത്തില്ല. ഇരിക്കുമ്പോൾ മഴയ്ക്കൊരു എന്താ പറയുന്ന ഒരു മോഹം പെയ്യണമെന്ന് പറഞ്ഞിട്ട്, അതെന്താണോ എനിക്കറിയത്തില്ല. അല്ലാത്തപ്പോൾ മഴ പെയ്യൂല. ശരിയോ, ഓക്കെ. എനിക്ക് കയ്യിൽ കുടയുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് നടക്കാമല്ലോ. ഓക്കെ, ഞാൻ കുടയ്ക്കകത്ത് ഇറങ്ങി, ഇനിയിപ്പോൾ നടക്കാമല്ലോ ധൈര്യമായിട്ട്. അപ്പോൾ പലരുടെയും കമൻറ്റുകൾ ഞാൻ നോക്കിയപ്പം ഒന്നും മനസ്സിലാകാത്ത പൊട്ടന്മാരെ പോലെയൊക്കെയാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം US-ഉം ബ്രിട്ടനും കൂടി യമനെ ആക്രമിക്കുകയുണ്ടായി. കാരണം വെച്ചാൽ യമനെ ആക്രമിക്കുന്ന യമൻ്റെ കയ്യിലിരിപ്പിനാണ് യമനെ ആക്രമിക്കുന്നത്, അല്ലാതെ യമനെ ചുമ്മാതെ അല്ലല്ലോ. ഹൂത്തികൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരത്തിന് ഇവറ്റുങ്ങളെയൊക്കെ തീർത്താൽ മതി എന്നങ്ങ് തോന്നിപ്പോകും. അത്രമാത്രം എന്താ പറയുക, ഇവന്മാരെ കണ്ടാൽ തന്നെ അത്രമാത്രം വെറുപ്പാണ് ഉളവാകുന്നത് ഈ വൃത്തികെട്ട ജന്മങ്ങളെ. ഈ വർഗങ്ങൾ എന്തുവാ അവിടെ വെടിവെപ്പ് യുദ്ധം നടക്കുന്നതിൻ്റെ കാരണമായിട്ട് യമനിൽ തന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ എന്താ പറയുന്ന വലിയൊരു എന്താ പറയുക സമരം തെരുവിലിറങ്ങി ചെയ്യുന്നത് കണ്ടു. ഞാനതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോവുകയാണല്ലോ എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള നമ്മുടെ ആർമീസ് എല്ലാം പോകുന്നുണ്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഈ വണ്ടികൾ പോകുന്നുണ്ട് ഒന്ന് വഴിമാറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യമനികൾ കാണിക്കുന്ന തെമ്മാടിത്തരം, യമനികൾ മാത്രമല്ല ഈ ഗാസയിലുള്ള വൃത്തികെട്ടവന്മാരെല്ലാം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എടുത്തിട്ട് ചാമ്പാൻ തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മഷികം ഒന്നും വന്നിരുന്നെങ്കിൽ ഇവറ്റുങ്ങളെയൊക്കെ ഒന്ന് തീർത്തിരുന്നെങ്കിൽ എന്ന് വരെ തോന്നിപ്പോകും. അത്രത്തോളം വൃത്തികെട്ടവന്മാരാണ് ഈ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളെന്ന് പറയുന്നത്. എന്നിട്ട് അതിനെതിരെ അവർ തിരിച്ച് വെടിവെപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടൻ്റെ തെരുവോരങ്ങളിലും എന്താ പറയുക നമ്മുടെ ഇതിൻ്റെ എന്താ പറയുന്ന മറ്റ് അമേരിക്കയുടെ തെരുവോരങ്ങളിലും എല്ലാം ഒരു ജാഥയുമായിട്ട് ഇവന്മാർ ഇറങ്ങുവായിപ്പം. എല്ലാം എന്താ പറയുന്ന വലിയ അജണ്ടകളാണ് പ്രിയ സഹോദരങ്ങളെ. ലോകം ഇവന്മാരുടെ കയ്യിൽ പോകാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെ ഈ ബുദ്ധിയില്ലാത്ത വർഗം എന്ത് ചെയ്യുക, ഇപ്പോഴും ജീവിക്കുകയാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുക. ലോകം ഇവന്മാരുടെ കൈവെള്ളയിലേക്ക് പോകാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ഈ ബുദ്ധിയില്ലാത്ത വർഗം ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നത് ഓർക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. ഞാൻ നയൻതാരയുടെ വീഡിയോ, സിനിമയുടെ ലവ് ജിഹാദുമായിട്ടുള്ള ബന്ധത്തിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് പലർക്കും മനസ്സിലായത് എന്തിനാ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. എന്തിനാ അപ്ലോഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും അതുപോലെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ചെയ്യുന്നതായിട്ടുമൊക്കെയാണ് ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്, സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അതും ഒരു അഗ്രഹാരത്തിലെ പെൺകുട്ടിയാണ്, ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ മതം മാറ്റി കൊണ്ടുപോകുന്നതൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്നിട്ടും ഹിന്ദുക്കൾ വികാരഭരിതരായോ? അവർ രാജ്യം കത്തിക്കാൻ ഇറങ്ങിയോ? അവർ ബഹളം ഉണ്ടാക്കിയോ? അവർ ആ സിനിമ കണ്ടിട്ടും അതും അതേതരമായിട്ടുള്ള രീതിയിൽ അവർ സിനിമ കണ്ട് അവരുടെ പാട്ടിന് അവരങ്ങ് പോയി. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് നേരെ മറിച്ച് നമ്മന്റെ ആൾക്കാരായിരുന്നു ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ നാടിന്റെ അവസ്ഥയും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഇത് കാണിച്ചു തരുന്ന ഞാൻ എന്തിനാ ഇത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ നിങ്ങൾ ജീവിക്കുന്നതിന്റെ ആ സേഫ്റ്റി എത്രത്തോളം വലുതാണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ സേഫ്റ്റി എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു മുസ്ലിം രാഷ്ട്രത്തിലാണ് നിങ്ങൾ താമസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ
ഒന്നിൽ കൊന്നൊടുക്കപ്പെടും, ഇല്ലെങ്കിൽ അടിമകളാക്കപ്പെടും, ഇല്ലെങ്കിൽ അവന്മാരുടെ ശരീഅത്ത് നിയമത്തിന്റെ കീഴിലാക്കപ്പെടും. നിങ്ങൾ അതാണ് അടിമത്വം എന്ന് പറയുന്നത്. ഇതായിരിക്കും ഒരു മുസ്ലിം രാജ്യത്തിൽ നിങ്ങൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗതികേടെന്ന് പറയുന്നത്. ഇതൊരു ഹിന്ദു രാഷ്ട്രമായതിന്റെ ഒരു ഗുണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. ജനങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ നിങ്ങൾ പാർത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഗുണമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവരുടെ അജണ്ട ഞാൻ എന്തിനാ അത് വീഡിയോ ആക്കി ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ജിഹാദിന്റെ ഒരു വെർഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ ഭവനങ്ങളിൽ പണിതീർത്ത ഭവനങ്ങളിനകത്തെല്ലാം ഇവന്മാര് കറണ്ട് ബോക്സിനകത്ത്, ഇൻസ്ട്രക്ഷൻ ബോക്സ് ഇരിക്കുന്നതിനകത്തെല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുകയാണ് ഇവന്മാര്, അതിനകത്ത് വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിന്റെ ബോക്സുകൾ കറണ്ടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമം ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് പല ജിഹാദുകളിലെ ഒരു ജിഹാദാണ് ഈ സിനിമാ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സിനിമയിലൂടെ കുറേശ്ശെ ഇഞ്ചക്ട് ചെയ്യുക, അടിമപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ടും ബിരിയാണി വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പിക്കുപ്പായം ഇട്ടുകൊണ്ട് നമാസ് ചെയ്താൽ മാത്രമേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലായിട്ട് ഈ പാചകം ചെയ്യുന്ന പെൺകുട്ടികളുടെ എല്ലാം ഹൃദയത്തിനകത്ത് നയൻതാര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുകയാണ്. അത് ചെയ്യുവാനുള്ളൊരു താല്പര്യം പെൺകുട്ടികൾക്ക് ഉണ്ടാകുകയാണ്. ആ വകയിൽ ആ പെൺകുട്ടികൾ അതിൽ ഇഷ്ടപ്പെടുകയും അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വഴിക്ക് അനേകരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവന്മാർ പോയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ അതിനകത്ത് വശീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ വീഡിയോയ്ക്കകത്ത് ഈ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ പോലും ഈ വിവരം കേട്ട ജനതയ്ക്ക് ഇന്നും അത് മനസ്സിലായിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, പാർട്ടി ഞങ്ങൾക്ക് റീന ദൈവവചനമല്ലേ പറയുന്നത്, റീന ദൈവവചനം പറയുമ്പോൾ ഈ രാഷ്ട്രീയം എന്തിനാണ് കൂട്ടിക്കെട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരും രാഷ്ട്രീയമില്ലാതെ ജീവിക്കുന്ന കുഞ്ഞുവാവകളാ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. ആരും തന്നെ നിങ്ങൾ രാഷ്ട്രീയമില്ല. നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളും ആരും ഒന്നും വോട്ടിടാതെ ഇലക്ഷന് പോകാതെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ജീവിച്ച് നിങ്ങൾ എന്താ പറഞ്ഞ വീട്ടിനകത്ത് അടിമകളെ പോലെ അടിമപ്പെട്ട് കിടക്കുന്നവരാ. ചർച്ചുകളിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ചർച്ചുകളിൽ ഏത് പാസ്റ്ററിനെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോലും രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നവരാ നിങ്ങളെല്ലാവരും. അങ്ങനെ ഇരിക്കുന്നവർ കൂടുതൽ ഭക്തിയും ഭയഭക്തിയും ഒന്നും എന്നോട് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭക്തിയൊക്കെ നിങ്ങളുടെ കൈകളിൽ വെച്ചാൽ മതി. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലാണെന്നുള്ള കാര്യം കൂടി ബോധം വേണം നിങ്ങൾക്ക്. മന്ദബുദ്ധികളെ പോലെ ആത്മീയത്തിൽ ഉരുണ്ടുവരേണ്ട സൈക്കോകളെ പോലെ ജീവിക്കാൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അത് നിങ്ങൾക്ക് അപകടം വരുത്തത്തേ ഉള്ളൂ. മനസ്സിലായോ? ആത്മീയതയുടെ മറവിൽ സൈക്കോകളെ പോലെ ജീവിച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനകത്ത് ആത്മീയം എന്താ പറഞ്ഞ രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് ഓരോ കാലത്തും നിങ്ങൾ വോട്ടിടാൻ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ ബൂത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്കാർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും വോട്ടിട്ട് തള്ളുന്നത്. മനസാക്ഷിയും മനസ്സും ഓർത്ത് നല്ല പ്രവർത്തകനാണെങ്കിൽ ഞങ്ങൾ വോട്ടിടും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് എന്നേ ഈ ജനം വോട്ടിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ ഹിന്ദു വോട്ടും ക്രിസ്ത്യാനി വോട്ടും എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് പോയില്ല? രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ കിടന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ എന്ത് ചെയ്തേനെ? 2 പ്രാവശ്യം അവിടെ ജയിച്ചു പോയേനെ. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനങ്ങളിൽ നല്ലൊരു പങ്കും അദ്ദേഹം പാവത്തുങ്ങൾക്കാണ് കൊടുക്കുന്നത്. രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ അദ്ദേഹം ആർക്കും കൊടുക്കാൻ മനസ്സുള്ള മനുഷ്യനായിരുന്നിട്ട് പോലും മനുഷ്യനെ നോക്കിയിട്ടാണ് അവരൊക്കെ വോട്ടിട്ടത്. അല്ലല്ലോ, ഇവരെല്ലാം വോട്ടിട്ടത് മനുഷ്യനെ നോക്കിയിട്ടല്ലോ, രാഷ്ട്രീയം കളിച്ചുകൊണ്ടല്ലേ ഈ വർഗ്ഗങ്ങളെല്ലാം വോട്ടിട്ട് തള്ളിയത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ ആത്മീയയുടെ കപടവേഷവും കെട്ടിക്കൊണ്ട് എന്നോട് ആരും ഇങ്ങോട്ട് കയറി വന്ന് കമന്റ് ഇട്ട് തള്ളാൻ നിൽക്കരുത്. അതുകൂടി ഞാൻ പറഞ്ഞേക്കുവാ. കാരണം നിങ്ങൾ ജീവിക്കുന്ന സമൂഹം അപകടത്തിലേക്ക് പോകുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ മന്ദബുദ്ധികളെ പോലും നിങ്ങൾ ജീവിച്ചിട്ട് വീണ്ടും 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 ഈ ആത്മീയ കപടവേഷവും കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലിക്കാട്ട കുഴിക്കകത്ത് പോയി വീണ് കിടക്കത്തേ ഉള്ളൂ. അതും കൂടി മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. കാരണം ഇവന്മാരുടെ ജിഹാദ് വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുഴുവനും കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ അപകടം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ യമനിൽ ഈ ഹൂത്തികൾ ഇത്രയെണ്ണവും കൂട്ടമായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവവചനത്തിൽ ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ കൂടെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹൂത്തി ഈ ഷിയാകളും സുന്നികളും ഒരുമിച്ച് കൂടി ഇസ്രായേലിനെതിരെ വരുന്ന യുദ്ധത്തെക്കുറിച്ചാണ് അസംഖ്യം ജനം എന്ന് പറഞ്ഞിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവനെ അഴിച്ചുവിടുന്ന സമയത്ത് അവൻ കടൽക്കരയിലെ മണൽത്തരികളെ പോലെ അസംഖ്യം ജനത്തെയും കൂട്ടിക്കൊണ്ട് അവൻ എന്ത് ചെയ്യും? യുദ്ധത്തിന് പുറപ്പെട്ടു വരുമെന്ന് പറഞ്ഞ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യമാണ് ഈ ഷിയാകളും സുന്നികളും ഒരുമിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുമെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും ഹമാസ് തീവ്രവാദികൾ സുന്നികളാണ്, ഈ ഹൂത്തികൾ എന്ന് പറയുന്നവർ ഷിയകളാണ്. ഈ രണ്ടും ഇപ്പോൾ ഒന്നിച്ചിട്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഗോഗുമാഗോഗ് യുദ്ധം തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങി
തുടങ്ങിയിട്ടില്ല, പക്ഷെ അത് വരും, അത് സംഭവിക്കും. ഇപ്പോൾ അതിന്റെ ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഇപ്പോഴേ ഇവന്മാർ ഇത്രയും ഒന്നിച്ച് കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഈ ഈ കക്കൂസ് തകർന്നു പോകുമ്പോൾ എത്ര എണ്ണം കൂട്ടമായിട്ട് കൂടുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും. എന്റെ പുറകെ നിങ്ങൾക്ക് ഈ കക്കൂസിനെ കാണാം. ഇതുകൊണ്ടോ ആ കക്കൂസിന്റെ പുറകെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഡോംബ് ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന സാധനവും ഈ കക്കൂസാണ്, ഈ അലക്സ എന്ന് പറയുന്നത് എന്റെ പുറകെ കാണുന്ന ഈ സാധനമാണ് ഈ കക്കൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കക്കൂസ് കർത്താവ് ഒലിവ് മലയിൽ വന്ന് കാല് ചവിട്ടുന്ന സമയത്ത് ഈ കക്കൂസ് രണ്ടായിട്ട് പിളർന്നു പോകും. ഈ കക്കൂസ് രണ്ടായിട്ട് പിളർന്നു പോകുമ്പോൾ തന്നെ ഇവന്മാരെല്ലാം പറയുന്നത് മഷിക ഒലിവ് മലയിൽ കാല് ചവിട്ടി എന്നല്ല പറയാൻ പോകുന്നത്. പിന്നെയോ ഇവന്മാർ പറയാൻ പോകുന്നത് മനഃപൂർവ്വം ഇസ്രായേൽ ബോംബിട്ട് എന്ത് ചെയ്തു, തകർത്ത് കളഞ്ഞു. ഈ കക്കൂസിനെ മനഃപൂർവ്വം ബോംബിട്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഇവന്മാർ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കക്കൂസിന്റെ മേലുണ്ടാകുന്ന വികാരം സാധാരണ വികാരമായിരിക്കത്തില്ല ഇവന്മാർക്ക്. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യും, ആളെ എത്രയും കൂട്ടമായിട്ട് എന്ത് ചെയ്യും, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഫ്രീ ആയിട്ട് പുറപ്പെട്ടു വരാൻ വേണ്ടി ഇവന്മാർ പറയും. എല്ലാവർക്കും ടിക്കറ്റ് എടുത്തുകൊണ്ട് വിസ ആർക്കും ആവശ്യമില്ല, യുദ്ധം ചെയ്യേണ്ടവർക്ക് എല്ലാവർക്കും തന്നെ വന്ന് യുദ്ധം ചെയ്യാമെന്ന് ആഹ്വാനം കൊടുക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇറാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ പാസ്പോർട്ട് കൊണ്ട് മാത്രം ഇറാനിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള 30 രാജ്യങ്ങൾക്ക് പാസ്പോർട്ട് മാത്രം മതി ഇറാനിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ ഇവന്മാർ യുദ്ധത്തിന് വേണ്ടി, ആഹ്വാനത്തിന് വേണ്ടി, ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അപകടം വലുതാണേ, അപകടം വലുതാണേ. പിന്നെ തൂറാൻ മുട്ടുമ്പോഴത്തേക്കും മുണ്ടും പൊക്കിക്കൊണ്ട് കുളവും തിരക്കൊണ്ട് നടക്കരുത്. മനസ്സിലായി? ഞാൻ ഈ പച്ചയ്ക്ക് പറഞ്ഞത് എന്നാന്നറിയാമോ? വിവരവും ബോധവും ഒക്കെ ഒന്നെങ്കിൽ തെളിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായോ? തൂറാൻ മുട്ടുമ്പോൾ മുണ്ടും പൊക്കിക്കൊണ്ട് കുളവും തിരക്കി നടന്നാലുണ്ടല്ലോ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടതിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുന്നേക്കൂട്ടിയെ നിങ്ങൾ ഗൗരവത്തോടു കൂടി വേണം ഓരോ സെക്കൻഡുകളിലും മുന്നോട്ട് പോകാൻ, ഓരോ സെക്കൻഡുകളും വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കാരണം അപകടം നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോഴും മനുഷ്യർ തിന്നും കുടിച്ചും ഉറങ്ങിയും ഉണ്ടുമൊക്കെ ജീവിക്കുകയാണ്. ഒരു മിനിറ്റ്, അയ്യോ എൻ്റെ ബാറ്ററിയും പോയോ? ഇതൊക്കെ തണുപ്പായതുകൊണ്ട് ഉള്ള ബാറ്ററിയും കൂടി പോവുക. അപ്പം ഉണ്ടും ഉറങ്ങിയും തിന്നും കുടിച്ചും ഇങ്ങനെ സുഖലോലുപതയിൽ ജീവിക്കുന്ന വൃത്തികെട്ട സമൂഹമായിട്ട് ഇന്ന് സമൂഹം മാറിയിരിക്കുകയാണ്. സത്യത്തെ അന്വേഷിക്കണമെന്നോ സത്യത്തെ തിരക്കണമെന്നോ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളണമെന്നോ ഒരു മണ്ണാങ്കട്ടിയും വിവറ്റങ്ങൾക്കില്ല എന്ന് വേണം പറയുവാനായിട്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കുറച്ചു പേരെങ്കിലും ബുദ്ധിയുള്ളവരായിട്ട് അവസാന നാളുകളെ കരുതിയും എണ്ണിയും ലോകത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ലോകത്തിൻ്റെ ഭയാനകത എന്ന് പറയുന്നത് ഈ ജിഹാദാണ്. എൻ്റെ ബസ് പോയി. ലോകത്തിൻ്റെ ഭയാനകത എന്ന് പറയുന്നത് ഈ ജിഹാദാണ്. ഇവന്മാരുടെ കാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ നടത്തുന്ന വലിയ ശ്രമമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അപകടമായി തീരാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത്. കുറേ വിവരം കെട്ട മന്ദബുദ്ധികൾ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കയറി വരുന്നത് കാണുമ്പോഴുണ്ടല്ലോ ചെകിട് നോക്കി പൊളിക്കാൻ തോന്നും ഇതിറ്റുങ്ങളെ. അതും കുറേ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വേഷം കെട്ടലിൻ്റെ നാമധാരികളുമായിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളാണ് ഈ കമൻറ്റ് ബോക്സിനകത്ത് കയറി വരുന്നത്. എൻ്റെ ഈ ലൈവിനകത്ത് കുഴപ്പമില്ല, ലൈവിനകത്ത് വന്ന് ഏത് വൃത്തികെട്ടത് വന്നിട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ യൂട്യൂബിനകത്ത് കയറി വരുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അത് യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആളുകൾ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു ഇതാണ്. അതിനകത്ത് വന്നിട്ട് ഈ വിവരം കെട്ടത് വന്ന് കമന്റ് ഇടുന്നത് കാണുമ്പോഴുണ്ടല്ലോ കാരണം അടിച്ച് പൊളിക്കാൻ തോന്നും. വൃത്തികെട്ട ജന്മങ്ങൾ ഇവറ്റങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഈ പന്നികൾ പോകത്തുമില്ല. കാരണം സീരിയസ് ആയിട്ട് ഈ ലോകം പോകുന്ന അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഒരു കൂസലുമില്ലാതെ ഭക്തിയുടെ വേഷം കെട്ടലും കളിച്ചുകൊണ്ട് വരുക. എൻ്റെ കർത്താവ് ദശാംശം കൊടുക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ദശാംശം കൊടുക്കും. കർത്താവിനോട് 2 വിധവയുടെ കാശ്. ഈ വർഗങ്ങളൊക്കെ എന്നാ ഞാൻ പറയേണ്ടത്? പാച്ചറും ദശാംശവും പുരോഹിതനുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക ഈ വട്ടുകേസുകളൊക്കെ. ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ബസ് കുഴപ്പമില്ല, അടുത്ത ബസ്സിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ വട്ടുകേസുകൾ ദീപാലിജു, പക്ഷെ എല്ലാവരും ഈ കാര്യങ്ങൾ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദൈവം തുറന്നു കൊടുത്ത കണ്ണുകളല്ലാണ്ട് ഈ സത്യങ്ങളൊന്നും ഒരിക്കലും ഗ്രഹിക്കാൻ പോണില്ല. ദൈവം തുറന്നു കൊടുത്ത കണ്ണുകൾക്ക് മാത്രമേ ഈ സത്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ.
പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഹൃദയവേദന എന്ന് പറയുന്നത് ഈ ജനത്തെ അറിയുന്ന നിങ്ങളെ ഓർത്തിട്ടല്ല. അയ്യോ, ഇതൊന്നും കേൾക്കാതെ നശിച്ചു പോകുന്നവരെ ഓർക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഹൃദയവേദനയുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നമുക്കൊരു മനുഷ്യ സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമുക്കത് ആ ഒരു വേദന ഇത്രയും പറഞ്ഞു കൊടുക്കുമ്പോഴും ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ജീവിക്കുന്നവർക്ക് വരാൻ പോകുന്ന അപകടം വലുതാണെന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ ഇത്രയും മാത്രം മാനുഷികമായിട്ട് നമുക്ക് ആ മനുഷ്യരോട് ഉള്ള പുരയ്ക്ക് തീയെട്ടുമ്പോൾ വാഴ വെട്ടുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ മനുഷ്യരോടുള്ള ദയയും കരുണയുമാണ് നമുക്ക് ഇത് തോന്നുന്നത്. കാരണം ഇത് അപകടമെന്ന് പറഞ്ഞാൽ നിസ്സാര അപകടം അല്ല. അയ്യോ, ഇതെങ്ങനെ ഞാൻ വിവരിക്കും കർത്താവേ, എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല ഈ അപകടത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഭയാനകത എന്ന് പറയുന്നത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അത് അനുഭവിച്ച് ഇസ്രായേൽ രാജ്യത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ പടപടപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ ഇവന്മാരുടെ ഈ ജിഹാദ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാര് രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം എന്ന് പറയുമ്പോൾ അവന്മാരുടെ ആ വൃത്തികെട്ട ജിഹാദും പ്രവൃത്തികളും അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇന്ത്യയൊക്കെ ഇപ്പൊ സേഫ് സോണിൽ ഇരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും കേരളമെല്ലാം കൈവിട്ട കളിയാ സഹോദരങ്ങളെ. കേരളമെല്ലാം കൈവിട്ട കളിയാണ്. ഏതു നേരവും ഇന്ത്യയെ പിടിച്ചാക്രമിക്കാനൊക്കെ ഇവന്മാർക്ക് എളുപ്പമാണ്. അതിനൊക്കെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാരണം കോൺഗ്രസ് പാർട്ടി അതിന് ഒത്താശ നിൽക്കുകയാണ്. കാരണം കോൺഗ്രസിന് എങ്ങനെയെങ്കിലും വോട്ടാണ് വേണ്ടത്, കോൺഗ്രസിന് ഭരണമാണ് വേണ്ടത്. ഈ ജിഹാദികളൊന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഏത് നിമിഷവും കൈവിട്ട കളിയാണ് ഇന്ത്യയുടെ കളി എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കലാപം ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടുവാൻ തക്കവണ്ണം രീതിയിലാണ് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇവന്മാർ മുന്നും പിന്നും കലാപം അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കത്തില്ല. മണിപ്പൂരൊക്കെ കണ്ടില്ലേ നിങ്ങള്? മണിപ്പൂര് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെക്കുന്നു എന്നല്ലാണ്ട് മണിപ്പൂരിൽ കലാപം വാസ്തവമായും അത് കലാപമായും കൊന്നു തള്ളിയതും എല്ലാം ഇവന്മാർ കയറി ഈ പോപ്പുലർ ഫ്രണ്ടും സുഡാപ്പികളും കയറി ചെയ്ത പരിപാടിയാണ്. അവിടെ ഇത്രയും വലിയ നരഹത്യയൊക്കെ നടത്തിയതൊക്കെ ഇവന്മാർ തന്നെയാണ്. പക്ഷേ കളത്തിൽ നിന്നും പേരിൽ നിന്നും ഇവന്മാർ ഒഴിഞ്ഞുപോയി. കാരണം നമ്മുടെ മാധ്യമങ്ങളെല്ലാം മറച്ചു വെച്ചു. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഈ സ്റ്റോറി, ഈ അന്നപൂർണി എന്ന് പറയുന്ന സിനിമ കേരള സ്റ്റോറി ആയിരുന്നെങ്കിൽ ചാനൽ ചർച്ചകളെല്ലാം കുത്തിയിരുന്ന് എന്ത് ചെയ്തേനെ, ഓ നമ്മന്റെ മതത്തെ പരിഹസിച്ചേ, നമ്മന്റെ തള്ളാനെ പരിഹസിച്ചേ, ഓടിവായോ, ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങളെ ജീവിക്കാൻ വിടുന്നില്ലേ, ഞങ്ങളുടെ നാടിനെ നശിപ്പിക്കാൻ, ഞങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നേ എന്ന് പറഞ്ഞ് കൂവി കരഞ്ഞേനെ ചാനലുകളിലൊക്കെ ഇരുന്നിട്ട്. ഇത് തള്ളായിയുടെ പരം രാമനായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ എന്താ പറഞ്ഞേ, ഗോവിന്ദന് ഗണപതി മിത്ത് പോലെ പത്രക്കാർക്കും കേരളക്കാർക്കും എല്ലാവർക്കും രാമനും ഒരു മിത്ത് തന്നെയാണല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? കരയോ വിലപിക്കുകയോ അതിനെക്കുറിച്ച് ചർച്ചയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം അവര് ചർച്ചയോ അതൊന്നും നമുക്ക് വിഷയമില്ല. അവർ തർക്കിക്കണ്ട. കാരണം നമുക്കറിയാം നമ്മുടെ ആർമി പിള്ളേരൊക്കെ പാട്ടും പാടി പോകുന്ന അവരുടെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞത്. നാടിനു വേണ്ടി ജീവനും കൊടുത്ത് പോരാടുന്ന പോരാട്ട വീരന്മാരെ നോക്കിയേ പ്രിയ സഹോദരങ്ങളെ.
വാവ്, ഇവരെ കാണുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു കുളിർമയാണ് പ്രിയ സഹോദരങ്ങളെ. കാരണം ഒരു ഭാഗത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി പാവങ്ങൾ ജീവനും കൊടുത്ത് പോരാടുന്ന പോരാട്ടം അത് നിസ്സാരമായ പോരാട്ടമല്ല പ്രിയ സഹോദരങ്ങളെ. കാരണം ഈ വൃത്തികെട്ടവന്മാർ ഒരു വിധത്തിൽ സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ ഈ രാജ്യം തിരിച്ചു പിടിച്ച ആ കാലം തൊട്ട് ഈ കാലം വരെയും ഈ പന്നി വർഗ്ഗങ്ങൾ ഈ പാവത്തങ്ങൾക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും കൊടുക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ തള്ളാഹു എന്ന് പറയുന്ന കാമപ്രാന്തൻ അവൻ ഈ ജനത്തെ കൊന്നൊടുക്കാൻ വേണ്ടി, ഈ പാവൻ ജനത്തെ ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവരെ കൊന്നൊടുക്കാൻ വേണ്ടി അവൻ പറഞ്ഞത്? ആ വൃത്തികെട്ടവൻ ഇത് കൊന്നൊടുക്കാൻ പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എന്തുവാ ഈ തനി സാത്താനായി നിൽക്കുന്നത് കൊണ്ട്, ഈ ജനം ദൈവത്തിൻ്റെ ജനമായതുകൊണ്ടാണ് അവരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വൃത്തികെട്ടവൻ എന്ത് ചെയ്തത്, അത് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഓരോ പോരാട്ടവും വീരന്മാരും തങ്ങളുടെ ജീവനെ പണയം വെച്ചുകൊണ്ട്, തങ്ങളുടെ ജീവനും തങ്ങളുടെ സ്വത്തും തങ്ങൾക്കുള്ളതെല്ലാം എന്ത് പറഞ്ഞു രാജ്യത്തിന് വേണ്ടിയിട്ട് പണയം വെച്ചുകൊണ്ടാണ് ഈ പാവത്തങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, പോയി കിടന്ന് യുദ്ധം ചെയ്യുന്നത്. കാരണം അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ, അവിടുത്തെ ജനത സമാധാനത്തോട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഈ തെരുവോരങ്ങളിലെല്ലാം സമാധാനത്തോടു കൂടി നടക്കുന്നുണ്ടെങ്കിൽ ഈ പാവങ്ങൾ എന്ത് ചെയ്യുകയാണ്, ആ യുദ്ധക്കളത്തിൽ എനിക്കും കൂടി ഒരു പോരാട്ടം കഴിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദികൾ എപ്പോഴേ ഈ യെരുശലേമിനെയും ഇസ്രായേലിനെയും ഇതുപോലെ ആക്രമിച്ച് ഇവന്മാർ കീഴ്പ്പെടുത്തിയേനെ. അപ്പോൾ ഈ പാവത്തങ്ങളെല്ലാം എന്ത് ചെയ്യാണ്, എൻ്റെ ജീവനെയും സുരക്ഷയോട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധക്കളത്തിൽ വേണ്ടി ഈ ജീവനെ കൊടുത്ത് പോരാട്ടം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അവർക്ക് എന്ത് കിട്ടുവാൻ ഇതിനകത്ത്? അവരുടെ മക്കളെയും കുട്ടിയെയും അമ്മയെയും സഹോദരങ്ങളെയും സ്വത്തിനെയും വീടിനെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോരാട്ടം വീരന്മാരെ പോലെ പോരാട്ടം കഴിക്കുകയാണ്. ഈ വാതിൽ തന്നെ ഒരു ചരിത്രമാണ് പ്രിയ സഹോദരങ്ങളെ. ഇത് 3500 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഡെങ്ക് ഗേറ്റ്. ഇപ്പോഴും ഇത് അറിയപ്പെടുന്നത് കുപ്പവാതിൽ എന്ന് തന്നെയാണ്. ദൈവവചനത്തിലും ഇത് കുപ്പവാതിൽ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഇടനാഴിക കല്ല് വേണമെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അങ്ങനെ ചരിത്ര സത്യങ്ങളെല്ലാം ഇത് ഇസ്രായേലിൻ്റെതാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടും ഈ വൃത്തികെട്ടവന്മാർ ഇന്നും ഇവന്മാരെ വെള്ളപൂശുന്നവന്മാരും എല്ലാം ഇന്നും ഇത് പലസ്തീൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ഇന്നും പറഞ്ഞും പാടി നടക്കുകയാണെന്ന് വേണം പറയുവാനായിട്ട്. കർത്താവ് ചുമ്മാതെയല്ല ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഈ വൃത്തികെട്ടവന്മാർ ഒരിക്കലും യെരുശലേമിന് സമാധാനം കൊടുക്കില്ല എന്ന് ദൈവത്തിന് നല്ല വൃത്തിയാണം അറിയാം. മശികയുടെ വരവ് വരയ്ക്കും ഇവന്മാർ ഒരിക്കലും യെരുശലേമിന് സമാധാനം കൊടുക്കില്ല എന്ന് കർത്താവ് അറിഞ്ഞതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്, യെരുശലേമിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞത് തന്നെ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ചാർജ് ഇപ്പം തീരുവേ. ഞാൻ ചാർജ് തീരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. കാരണം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ഇതൊക്കെ യെരുശലേം ആക്രമിക്കപ്പെടുന്ന സമയത്ത്, അതായത് യെരുശലേമിനെ ഇവന്മാർ പിടിച്ച് കീഴ്പ്പെടുത്തി ആക്രമിച്ച സമയത്ത് ഇതെല്ലാം ഈ കല്ലുകളെന്നൊക്കെ പറയുന്നതെല്ലാം കാർഡോ പണിതതിൻ്റെയാണ്. അതായത് റോമാ സാമ്രാജ്യം പിടിച്ചെടുത്ത് അവർ കാർഡോ പണി കഴിപ്പിച്ചതിൻ്റെ തൂണുകളെല്ലാം അവശിഷ്ടങ്ങളെല്ലാം നിലനിൽക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അവർ പണി കഴിപ്പിച്ച കാർഡോ എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന മോഡലാണ് അവർ പണി കഴിപ്പിച്ച കാർഡോ. ആ കാർഡോയുടെ ഭാഗമായി നിൽക്കുന്ന കല്ലുകളാണ് ഈ കാണുന്ന കല്ലുകളെല്ലാം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ റോമാ സാമ്രാജ്യം ഇസ്രായേലിനെ പിടിച്ചെടുക്കുന്ന സമയത്തുള്ളതാണ്. ഇതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്ര സത്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചിട്ടും നടന്നിട്ടുമൊക്കെ 1948 ഒട്ടോമൻ വന്ന് പിടിച്ചെടുത്ത ഈ സാമ്രാജ്യത്തിനകത്ത് കയറി ഈ കുറുക്കന്മാർ കയറി നുഴഞ്ഞ കണക്ക് ഇവന്മാരെല്ലാം കയറി ഇതിനകത്ത് കയറി കടന്നൽ കൂട്ടങ്ങളെപ്പോലെ കയറി അവകാശം പിടിച്ചു വെച്ചിട്ട് ഇന്ന് അതിന് വേണ്ടിയിട്ട് ഇവന്മാർ കരഞ്ഞ് നിലവിളിക്കുന്നത്. കാണുന്നതെല്ലാം നമ്മൻ്റെ രാജ്യമാകുമല്ലോ. ഇപ്പോൾ ഇംഗ്ലണ്ടും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇംഗ്ലണ്ട് ഇപ്പോൾ ഇവന്മാരുടെ രാജ്യവും ഇംഗ്ലണ്ടിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൃത്തികെട്ടവന്മാർക്ക് കാണുന്നതെല്ലാം അവൻ്റെ തള്ളാന്ന് പറയുന്നവൻ്റെ രാജ്യമാക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് തെമ്മാടിത്തരവും എന്ത് കള്ളത്തരവും ഈ വൃത്തികെട്ടവന്മാർ പറയാനായിട്ട് ഒരു ഉളുപ്പുമില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഈ വർഗ്ഗങ്ങളെ കാണുന്തോറും ഉണ്ടല്ലോ അത്രയ്ക്ക് മാത്രം രോഷം കൂടുകയാണ്. കാരണം ഒന്നിനും പോലും മനസാക്ഷി എന്ന് പറയുന്ന ഒരുത്തന് പോലും ഇല്ല.
ഒരുത്തം പോലും മനസാക്ഷിയോടെ പെരുമാറുന്നവനോ സംസാരിക്കുന്നവനോ ഇസ്രായേലിനോടോ ഈ രാജ്യത്തോടോ ഇതിൻ്റെ സത്യസന്ധമായ ചരിത്രം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവനോ ഒന്നുമില്ല. എല്ലാ വൃത്തികെട്ടവന്മാരും കൂട്ടമായിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ് ഇത് പലസ്തീൻ്റെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ വൃത്തികെട്ടവന്മാരും പറയുന്നത്. അല്ലാതെ ഒരുത്തം പോലും മനസാക്ഷിക്ക് പോലും സംസാരിക്കുന്നവന്മാരില്ല. അതുകൊണ്ടാണ് ഈ വൃത്തികെട്ടവന്മാരോട് ഇത്രത്തോളം വെറുപ്പ് തോന്നുന്നത്. അതുകൊണ്ടാണ്, മനസ്സിലായോ? സത്യം എന്ന് പറയുന്നത് ഇവന്മാർക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പിശാച് ബോഷ്കിന്റെ അപ്പനും എന്ന് ദൈവവചനം പറയുന്നത്. ഇവന്മാർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സത്യം പറയത്തുമില്ല, സത്യത്തിന് വേണ്ടി ഇനി ഒരിക്കലും നിലകൊള്ളത്തുമില്ല. ഓക്കെ, ദീപാലുജി പൊട്ടം കളിക്കുന്നവരാണ്. പൊട്ടം കളിക്കുകയല്ല, അവന്മാർക്ക് മനഃപൂർവ്വം അറിയാം ഇത് ഇസ്രായേലിന്റെ മണ്ണാണെന്നെല്ലാം വൃത്തിയാണ് അവന്മാർക്ക് അറിയാം. പക്ഷേ അവന്മാർ ആ വ്യാജത്തിൽ തന്നെ നിൽക്കും. എന്തിനാണെന്നറിയാമോ? അവന്മാർക്ക് തള്ളാൻ്റെ കാലിഫേറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ വൃത്തികെട്ടവന്മാർ ആ വ്യാജം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ചാർജ് തീരുകയാണേ, ഞാൻ കട്ടാക്കുക.